200 MB ക്യാമറ, 180 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്, കർവ്ഡ് ഡിസ്പ്ലേ, ഇങ്ങനെ നിരവധി ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചറുകളുമായിട്ടാണ് ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഇൻഫിനിക്സ് സീറോ അൾട്ര എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇൻഫിനിക്സിന്റെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഇൻഫിനിക്സ് സീറോ അൾട്ര എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ്. ആദ്യം നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. അതിമനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് തന്നിരിക്കുന്നത്. സ്മാർട്ട് ഫോണിന്റെ ബാക്ക് എന്ന് പറയുന്നത് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു ലെതർ ലൈക്ക് ഡിസൈൻ കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്ക് കൂടുതൽ നൽകുന്നു എന്ന് പറയട്ടെ. അതുപോലെ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നോക്കി ഒരു വലിയ സൈസിലാണ് നൽകിയിരിക്കുന്നത്. അതിൽ ചെറിയ സൈസിൽ രണ്ടാമത്തെ ക്യാമറയും ഇവിടെയായിട്ട് മൂന്നാമത്തെ ക്യാമറയും നൽകിയിട്ടുണ്ട്. LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ബോഡി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ വേറിട്ട് നിർത്തുന്നു. 6.8 ഇഞ്ചിന്റെ കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു ഘടകം. അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. ആദ്യമായിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു ഇൻഫിനിക്സ് സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ നൽകുന്നത്. അതും 3D കർവ്ഡ് ഡിസ്പ്ലേ. 71 ഡിഗ്രിയാണ് ഇവിടുത്തെ ഈ ഒരു കർവേച്ചർ എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ള അമോ LED ഡിസ്പ്ലേ, അതും ഫുൾ HD റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ 120 ഹെർട്സിന്റെ ഹയർ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്നും തിരിച്ചറിയാൻ സാധിക്കും. 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും നൽകിയിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന് 900 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്. ഔട്ട്ഡോർ വിസിബിലിറ്റി തരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം. തരക്കേടില്ലെന്നല്ല, കുഴപ്പമില്ലാത്ത ഔട്ട്ഡോർ വിസിബിലിറ്റി തന്നെയുണ്ട്. ഇപ്പോൾ ഔട്ട്ഡോറിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വിസിബിലിറ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു ബ്രൈറ്റ് കണ്ടീഷനിലും നൽകുന്നുണ്ട്. സാധാരണ വില കുറഞ്ഞ ഇൻഫിനിക്സ് സ്മാർട്ട് ഫോണുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ സോഫ്റ്റ്വെയർ ആണ്. OS അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ്. ഒരുപാട് ബ്ലോട്ട് വേസുകളൊക്കെ ആയിട്ടാണ് സാധാരണ വില കുറഞ്ഞ ഇൻഫിനിക്സ് സ്മാർട്ട് ഫോണുകൾ വരുന്നത്. എന്നാൽ ഇവിടെ ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസം ഇൻഫിനിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫീച്ചറുകളുള്ള സ്മാർട്ട് ഫോൺ ആയതുകൊണ്ടാവണം ഇവിടെ ബ്ലോട്ട് വേസുകൾ പരമാവധി ഇൻഫിനിക്സ് ഒഴിവാക്കി. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതുപോലെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ തുടങ്ങിയ പ്രീമിയം ആപ്ലിക്കേഷൻസ് മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബ്ലോട്ട് വേസായി നൽകിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇൻഫിനിക്സിൻ്റെതായിട്ടുള്ള വളരെ കുറഞ്ഞ ആപ്ലിക്കേഷൻസ് മാത്രം. അപ്പോൾ ഇൻഫിനിക്സിന്റെ ഒരു സാധാരണ സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് യൂസർ ഇന്റർഫേസ് ഭയങ്കരമായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിക്സിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള XOS 12 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ആ ഒരു ഇന്റർഫേസ് കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വന്നിട്ടുണ്ട്. എന്റെ ഒരു അഭിപ്രായം, ഈ ഒരു ഇന്റർഫേസ് ഇൻഫിനിക്സിന്റെ വില കുറഞ്ഞ സ്മാർട്ട് ഫോണുകൾ കൂടി കൊണ്ടുവന്നെങ്കിൽ അതിഗംഭീരമായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ കുറവായിട്ട് വേണമെങ്കിൽ പറയാവുന്നത്, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആൻഡ്രോയിഡ് 12 വെർഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 13 ഔട്ട് ഓഫ് ദി ബോക്സ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയതിനെ എന്നൊരു അഭിപ്രായമുണ്ട്. ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിന്റ് സംവിധാനങ്ങൾ സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ പൊസിഷൻ കുറച്ച് ഇങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോയി. അത് കുഴപ്പമില്ല, എങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് റീഡ് ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റിംഗ് ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിന്റെ ഫിംഗർ പ്രിന്റിനെ വിശേഷിപ്പിക്കുക. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കാം. നമുക്ക് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. ഒന്നും പറയാനില്ല, നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റീരിയോ സെപ്പറേഷൻ ഉണ്ട്, നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. വോളിയം ഭയങ്കരമായിട്ടുള്ളൊരു ഹൈ അല്ല, എന്നിരുന്നാലും മീഡിയം വോളിയമാണ്. പക്ഷേ ഒരു റിച്ച്നെസ് ഈ ഒരു വോളിയത്തിൽ നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്. ഇതുവരെ ഇൻഫിനിക്സിന്റെ ഏതൊരു ഫോണിൽ കേട്ടതിലും ഏറ്റവും മികച്ച ഓഡിയോ ക്വാളിറ്റി. അടുത്തായിട്ട് ഇതിന്റെ ഒരു വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ, ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് സൈസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ വ്യൂയിങ് എക്സ്പീരിയൻസിനെ അതൊട്ടും കുറയ്ക്കുന്നില്ല. മനോഹരമായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള കളർ ഡിസ്പ്ലേ. പക്ഷേ ഡിസ്പ്ലേയിൽ കളർ സാച്ചുറേഷൻ ഒരു അല്പം കൂടുതൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നതൊഴിച്ചാൽ അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 920 എന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. ഓർക്കുക, ഇതൊരു 5G പ്രോസസറാണ്. അതുപോലെ 6nm പ്രോസറാണ്. അപ്പോൾ ഈ ഒരു 6nm പ്രോസർ ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബാറ്ററി എഫിഷ്യന്റ് ആണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ 8GB റാമും 256GB ഇന്റേണൽ മെമ്മറിയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എത്തുന്നത്. പെർഫോമൻസ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മീഡിയം പെർഫോമൻസ് ആണ്. ഇപ്പം മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 920യുടെ നെക്സ്റ്റ് ജെൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 1080 എന്ന പ്രോസർ വന്നു കഴിഞ്ഞു. എന്നാൽ ഇതിനകത്ത് 920 ആണ്. കുഴപ്പമില്ല, ഒരുപാട് സ്മാർട്ട് ഫോണുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത ഒരു പ്രോസറാണ് ഈ ഒരു 920. ഒരുവിധം മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു 5G പ്രോസറാണ് 920.
ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു ഹൈലൈറ്റ്. 200 മെഗാ പിക്സലിന്റെ അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള പ്രൈമറി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇൻഫിനിക്സിന്റെ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്രയും മെഗാ പിക്സൽ കൂടിയ ഒരു ക്യാമറ നൽകുന്നത്. സെക്കൻഡറി ക്യാമറയായിട്ട് 13 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടുണ്ട്. 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ പേരിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. അത് വേണേൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ മനോഹരങ്ങളായിട്ടുള്ള സെൽഫി എടുക്കാൻ ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോളിലായിട്ട് 32 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇൻഫിനിക്സിന്റെ ഒരു സിഗ്നേച്ചർ ഫീച്ചർ എന്ന രീതിയിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റ് ഇവിടെ ഫ്രണ്ടിലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ബാക്കിലും അത്തരത്തിൽ LED ഫ്ലാഷ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ മാക്സിമം 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും അതുപോലെ ഫ്രണ്ട് ക്യാമറയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 1080 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാം. ഇത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ ഇതിന്റെ ഒരു സ്റ്റെബിലൈസേഷൻ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫൂട്ടേജ് ആണ് കിട്ടുന്നതെന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരുവിധം ഡീസന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറ നൽകുന്നുണ്ട്. ഇത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഞാനിപ്പോൾ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെയും നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫൂട്ടേജ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. മൊത്തത്തിൽ ഇതിന്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോയും വീഡിയോയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ വിഭാഗം നൽകുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 180 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. നമ്മൾ ഇന്ന് വരെ പരിശോധിച്ചിട്ടുള്ള ഏതൊരു സ്മാർട്ട് ഫോണിൽ ഉള്ളതിനേക്കാളും ഏറ്റവും പവർ കൂടിയ 180 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ 4500 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അപ്പോൾ ഈ ഒരു 4500 mAh ബാറ്ററി 180 വാട്ടിന്റെ ഈ ഒരു ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് 1% മുതൽ 100% വരെ ചാർജ് ചെയ്യുന്നതിന് വെറും 12 മിനിറ്റ് മാത്രമാണ് ഇൻഫിനിക്സ് ക്ലെയിം ചെയ്യുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1% മുതൽ 100% വരെയാണ്, 0 to 100 അല്ല. ചുരുക്കി പറഞ്ഞാൽ 0 to 1 കയറാൻ, അതായത് തീർത്തും ചാർജ് ഡ്രെയിൻ ഔട്ട് ആയിരിക്കുന്ന സമയത്ത് 1% ചാർജ് ആകാൻ കുറച്ച് ഒരു 5 മിനിറ്റ് ടൈമെങ്കിലും എടുക്കും. അതുകൊണ്ടാണ് 1 to 100% ചാർജ് ആകാൻ 12 മിനിറ്റ് മാത്രം എടുക്കുന്നത്. അപ്പോൾ അത്രയും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു ഇൻഫിനിക്സിന്റെ 0 അൾട്ര എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു കടുത്ത എതിരാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തിടെ റിയൽമി പുറത്തിറക്കിയ റിയൽമി 10 Pro Plus എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ്. കാരണം അതും ഇത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നു. അതുപോലെ രണ്ടിന്റെയും പ്രൈസ് റേഞ്ച് അടുത്തടുത്ത് വരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. റിയൽമി 10 Pro Plusൽ 920 എന്ന ഈ ഒരു ഇൻഫിനിക്സ് 0 അൾട്രയിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒരു അല്പം അപ്ഗ്രേഡഡ് ആയിട്ടുള്ള പ്രോസർ ആയിട്ടുള്ള 1080 ആണ് നൽകിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട അൾട്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിയൽമി 10 Pro Plusന്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഈ ഒരു ഇൻഫിനിക്സ് 0 അൾട്ര എന്ന സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ബോഡി നൽകുന്നു. കുറച്ചുകൂടി ഒരു പ്രീമിയം അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ബിൽഡ് ക്വാളിറ്റി അതുകൊണ്ട് തന്നെ 0 അൾട്ര നൽകുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. മാത്രമല്ല ഇവിടെ റിയൽമി 10 Pro Plusൽ നമുക്ക് ബേസിൽ 6GB റാം ആണ് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുമ്പോൾ ഇവിടെ ഇൻഫിനിക്സ് 0 അൾട്രയിൽ 8GB റാമും 256GB ഇന്റർണൽ മെമ്മറി കിട്ടുന്നു. അതുപോലെ 108 മെഗാ പിക്സൽ ആയിരുന്നു റിയൽമി 10 Pro Plusലെങ്കിൽ ഇവിടെ 200 മെഗാ പിക്സലാണ്. അതുപോലെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് റിയൽമി 10 Pro Plusൽ ഉള്ളപ്പോൾ ഇൻഫിനിക്സ് 0 അൾട്രയിൽ 180 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു ഇൻഫിനിക്സ് 0 അൾട്ര എന്ന സ്മാർട്ട് ഫോണിനെ റിയൽമി 10 Pro Plusൽ നിന്നും വേറിട്ട് നിർത്തുന്നു. റിയൽമി 10 Pro Plus എന്ന സ്മാർട്ട് ഫോണിന് 25,000 രൂപയായിരുന്നു പ്രൈസ് റേഞ്ചെങ്കിൽ ഇവിടെ ഇൻഫിനിക്സിന്റെ 0 അൾട്രയിലേക്ക് വരുമ്പോൾ 29,999 രൂപയ്ക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു 5,000 രൂപയുടെ കൂടുതൽ ഇവിടെ ഇൻഫിനിക്സ് 0 അൾട്രയ്ക്കുണ്ട്. അത് സ്പെക് വൈസ് കുറച്ചുകൂടി ബെറ്റർ, റിയൽമി 10 Pro Plusനേക്കാൾ സ്പെസിഫിക്കേഷൻ വൈസ് ബെറ്റർ ആയിട്ടുള്ളത് ഇൻഫിനിക്സ് 0 അൾട്ര എന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ യൂസർ ഇന്റർഫേസ് ഒക്കെ എന്തായാലും ഇൻഫിനിക്സിന്റെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. എനിക്ക് വീണ്ടും പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, ഇൻഫിനിക്സിന്റെ പ്രൈസ് കുറഞ്ഞ സ്മാർട്ട് ഫോണുകളിലും ഇപ്പോൾ 0 അൾട്രയിൽ കണ്ട രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള യൂസർ ഇന്റർഫേസ് നൽകി കഴിഞ്ഞാൽ അത്തരം ഇൻഫിനിക്സിന്റെ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകൾ വേറെ ലെവലിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.